ഈർപ്പുകാലം 6-ാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഈശോ ഉന്നതങ്ങളിൽ നിന്നുള്ളവൻ. ലോകവും അതിലെ സമസ്ത വസ്തുക്കളും ജീവജാലങ്ങളും ഉന്നതങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവയാണ്. മനുഷ്യനെ മാത്രം എല്ലാറ്റിൽ നിന്നും അല്പം ഉയർന്നവനായി ദൈവം സൃഷ്ടിച്ചു. സവിശേഷ ബുദ്ധി നൽകി സ്വാതന്ത്ര്യം നൽകി. എന്നാൽ മനുഷ്യനോ സ്വയാവബോധം ഇല്ലാതെ എല്ലാ വിജയങ്ങളും നേട്ടങ്ങളും തൻ്റേത് മാത്രമെന്ന് അഹങ്കരിച്ചു. പ്രയോജനമുണ്ടായില്ലെങ്കിലും പല രീതിയിലുള്ള ശിക്ഷണങ്ങളും അവന് ദൈവം നൽകി. അവസാന ശ്രമമെന്ന രീതിയിൽ ഉന്നതങ്ങളിൽ നിന്ന് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യജീവിതത്തിന്റെ പരിമിതികളെക്കുറിച്ച് പഠിപ്പിച്ചു. പക്ഷേ ആ സ്വർഗീയ വിഷയങ്ങളെക്കുറിച്ചുള്ള അവന്റെ പഠനങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവരുടെ അറിവും ചിന്തകളും ഭൗമികമായിരുന്നു, ഈ ലോകത്തോടെ അവസാനിക്കുന്നതുമായിരുന്നു. എല്ലാ അധികാരവും നൽകിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് അയച്ചവനെ അവസാനം അവർ നിഗ്രഹിച്ചു കളഞ്ഞു. നാം സ്വീകരിച്ച സകല അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് നൽകപ്പെട്ടതാണ്. അധികാരത്തെ തള്ളിപ്പറയുന്നത് ദൈവിക ക്രമീകരണങ്ങളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. അധികാരത്തെ എതിർക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തെ തന്നെയാണ് നിന്ദിക്കുന്നത്. അഹങ്കാരികളെ ദൈവം നിലംപരിശാക്കുകയും എളിമയുള്ളവരെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ആമേൻ.